സന്ധിയിൽ വേറെ ആളെ വിറ്റു, അടിമച്ചന്ത ഉള്ള കാലമാണ്. ചുരുക്കി പറയാം, മദീനയിലെ ഒരു യഹൂദിയുടെ അടിമയായിട്ടാണ് മദീനത്ത് ആദ്യമായിട്ട് ആരെത്തുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിക്കാരൻ്റെ വേലക്കാരനാണ്. അടിമനെ നോക്കുമ്പോൾ മാത്രമില്ല, വീട്ടുകാരും കുടുംബക്കാരും ഇല്ല, എന്തും ചെയ്യും, ആരും ചോദിക്കാനും പറയാനില്ലല്ലോ. അങ്ങനെ ഇവിടെ ഇദ്ദേഹം ഈ മദീനത്ത് യഹൂദിയുടെ തോട്ടത്തിൽ ഈത്തപ്പഴ മരത്തിന് മദീനയിലെ ചരിത്രപ്രസിദ്ധമായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറേബ്യയിലൊരു പ്രവാചകൻ്റെ ആഗമന സമയമായിട്ടുണ്ടെന്നറിഞ്ഞ് അറേബ്യയിലേക്ക് പോകാൻ വേണ്ടി കൊതിച്ചിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സമ്പത്തുകളെല്ലാം വാങ്ങിയ ആ ഒരു അറബി ഗോത്രം അറേബ്യയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് അദ്ദേഹത്തെ അടിമയായി വിൽപ്പന നടത്തുകയായിരുന്നു. മദീനയിലെ പ്രമുഖ ജൂതഗോത്രമായിരുന്ന ബനി ഖുറൈളയിലെ ഒരാളുടെ അടിമയായിക്കൊണ്ട് ഈ തോട്ടത്തിലായിരുന്നു മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തപ്പെട്ടത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരികയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി 300 കാരക്ക തൈകൾ കൊണ്ടുവന്ന് നട്ട് ആദ്യത്തെ വിളവെടുപ്പെടുക്കുകയും അതുപോലെ തന്നെ 40 ഊക്കിയ സ്വർണം കൊടുത്തുകൊണ്ട് ആ ഒരു ജൂതൻ്റെ കയ്യിൽ നിന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തോട്ടം കൂടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോടുള്ള സ്നേഹവും കാരുണ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ഒരു തോട്ടം. إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. പരാഗണ പ്രക്രിയ നടക്കുകയാണ്. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ടെക്നോളജി ഉണ്ട്. ഒരു കൊല വെട്ടിയിട്ട് അതിപ്പോൾ വേറെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്കണമെങ്കിൽ പഴയ സിസ്റ്റം. ഈ പ്രക്രിയ മേലെ ചെയ്യുമ്പോഴാണ് താഴെ തൻ്റെ ബോസ് യജമാനൻ വേറെ ആട് വർത്താനം പറയണം. ഈ അറിഞ്ഞോ, ഒരാൾ മദീനത്തിൽ നിന്ന് മക്കന്ന് വന്നാണ്, നബിയാന്നാണ് പറയണത്, കുബായിൽ പോലെ ഉണ്ട്. അപ്പോൾ സൽമാനുൽ ഫാരിസി ഇത് അന്വേഷിക്കണപ്പോഴാണ് ചെയ്യുന്നത്. നബി തങ്ങൾ മദീനത്തിൽ നിന്ന് ഹിജറ മക്കത്ത് ഹിജറ വന്നിട്ട് എവിടെ എത്തിയിട്ടുള്ളൂ? ഇന്നലെ നമ്മൾ പോയില്ലേ, കുബായിൽ ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ പള്ളിപ്പണി എടുക്കുകയാണ്. ഇത് കേട്ട് സൽമാൻ മേലെന്ന് ഇറങ്ങി. അപ്പോൾ തൻ്റെ ബോസ് അടിച്ചു. കാരണം ആരും ചോദിക്കാമല്ലോ, ഇന്ന് നിൻ്റെ പണിയെടുത്താൽ മതി പറയാണ്ട്. സൽമാൻ പണി കഴിഞ്ഞ് കൂലിയായിട്ട് കിട്ടിയ കുറച്ച് ഈത്തപ്പഴം ലക്ഷണമൊക്കെ കണ്ടപ്പോൾ മാഷാ അല്ലാഹ് ഒരു നല്ല നബിക്കുള്ള ലുക്കും ഉണ്ട്. പക്ഷെ അറിയില്ലല്ലോ. അപ്പോൾ സൽമാൻ എന്ത് ചെയ്തു, ഈ ഈത്തപ്പഴം ഇത് എൻ്റെ വകങ്ങൾക്ക് ഹദിയാണ്, ഹദിയാണ് പറഞ്ഞിട്ട് കൊടുത്തു. ഹദിയ സ്വീകരിക്കുന്നാണല്ലോ പറഞ്ഞത്. നബി തങ്ങൾ അതിന് ഒന്നെടുത്ത് കഴിച്ച് എല്ലാ സ്വഹാബത്തിനും കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ടിക്ക് അവിടെ ഇട്ടുട്ടോ. രണ്ടാമതൊക്കെ പിന്നീടൊക്കെ കാണാൻ വന്നപ്പോൾ ഇത് എൻ്റെ വകങ്ങൾക്ക് സ്വതക്കാണ് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങന്മാരെ സ്വതക്കായി പോലെ എപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. നബി തങ്ങൾ അത് എല്ലാവർക്കും കൊടുത്തു. റസൂല കഴിച്ചു. രണ്ടാമത്തെ ടിക്ക് കൊടുത്തു. ഇനി മൂന്നാമത്തെ മാർക്കുണ്ട്, ഇവിടെ നോക്കേണ്ടത്. അതും ഡ്രസ്സ് ഒന്നിച്ച് നോക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സൽമാൻ തിരിച്ചു പോന്ന്. കാരണം ഇവിടെ വേലക്കാരനാണ്, പണിക്കാരനല്ലേ. പിന്നീട് ഒരിക്കൽ റസൂലിനെ കാണാൻ വേണ്ടി പോയി. അപ്പോഴേക്കും കുബാ പള്ളിൻ്റെ പണി കഴിഞ്ഞ് റസൂൽ മസ്ജിദ് നബവിക്ക് എത്തിയിട്ടുണ്ട്. മദീനത്തെ 10 റൗദുള്ള അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അസറിന് ശേഷം ചെന്നപ്പോൾ ജനാസ ഖബറടക്കം നടക്കുകയാണ് പള്ളിത്തോടുവിൽ, ജന്നത്തുൽ ബഖീൽ. അപ്പോൾ റസൂലിനെ മേൽ ഡ്രസ്സ് ഇങ്ങനെ അയച്ചു വെച്ചു റസൂൽ. അപ്പോൾ ഇവിടെ റസൂലിനെ ഇവിടെ എന്ത് കണ്ടു? ഹത്തുമുന്ന് പോത്ത് കണ്ടപ്പോൾ സൽമാൻ പൊട്ടിക്കരഞ്ഞു. കാരണം 30 കൊല്ലമായിട്ട് ഈ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ മറ്റേ ജൂതമതം തീയാരാധന വിട്ട് ക്രിസ്ത്യാനിറ്റി വിട്ട് ഇതുകൂടെ കണ്ടപ്പോൾ റസൂലാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു സൽമാൻ. എന്നിട്ട് മുസ്ലിമായി. പക്ഷെ മുസ്ലിമായെങ്കിലും സൽമാൻ അപ്പോഴും ഒരു യഹൂദിൻ്റെ അടിമയാണ്. അയാളെ കയ്യിൽ നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സൽമാൻ ഫാരിസി ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോഴൊക്കെ മുസ്ലിമാണ്, പക്ഷെ നിർവാഹമല്ല, യഹൂദിയൽ അടിമല്ലേ. ഒരിക്കൽ റസൂൽ കാണാൻ പറഞ്ഞു, ഈ ബോസിനോട് പറ എന്താ വേണ്ടത് തന്നിട്ട് അടിമത്തിന് ഒഴിവാക്കി തരാൻ പറ. അങ്ങനെ സൽമാൻ തൻ്റെ യജമാനോട് പറഞ്ഞു, എന്താ വേണ്ടത് ഞാൻ كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد.
قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث